ഇത് നമ്മൾ ഒരു മധുരത്തിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കസ്റ്റാർഡ് പുഡിംഗ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ കസ്റ്റാർഡ് പുഡിംഗ് കേക്ക് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതെന്റെ ആദ്യത്തെ റെസിപ്പി ആട്ടോ. പക്ഷേ ഇത് റെഡി ആക്കിയിട്ട് എടുക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. ഇതിലേക്ക് നമുക്ക് ക്രീമോ അല്ലെങ്കിൽ മുട്ടയൊന്നും ആവശ്യമൊന്നുമില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ കസ്റ്റാർഡ് പുഡിംഗ് കേക്ക് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. കേക്കിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതാ, പിന്നെ അളവ് എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വടിച്ചിട്ടുള്ള അളവ് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇടാം. ഇനി നമുക്ക് ഈ സെയിം കപ്പിൽ തന്നെ 3/4 കപ്പ് പൊടിച്ചെടുത്തേക്കണ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ചേർക്കുന്നത് ഇതാ കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കുന്നത്. ഇത് ഞാനിവിടെ ടേബിൾ സ്പൂണിൽ 4 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. ഞാനിവിടെ ഓൾറെഡി അളന്ന് വെച്ചേക്കുന്നത്. അടുത്തത് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡയല്ല ചേർക്കുന്നത്. അത് ഞാനിവിടെ ടീസ്പൂണിലാണ് ചേർക്കുന്നത്, ടേബിൾ സ്പൂണിലല്ല ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ കൂടി ചേർക്കാം. 1.5 ടീസ്പൂണും പിന്നെ ഞാനിതിലേക്ക് ഒരു നുള്ളു എക്സ്ട്രാ ചേർക്കണം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അരിച്ചിട്ട് എടുക്കാം. ഇതേപോലെ തന്നെ അരിച്ചിട്ട് എടുക്കണം. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവാം. പിന്നെ ഇതേപോലെ തന്നെ എടുക്കുമ്പോഴായിരുന്നാലും കുറച്ച് വലിയ പാത്രം എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അരിച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ പകുതിയൊക്കെ പുറത്ത് പോകും. ഇത് എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് പാലാണ് ചേർക്കുന്നത്. അത് ഇപ്പോൾ കാച്ചിയ പാലായിരുന്നാലും കുഴപ്പമില്ല, കാച്ചാത്ത പാലായിരുന്നാലും കുഴപ്പമില്ല. അത് ഞാനിവിടെ നമ്മൾ ഈ മൈദപ്പൊടി എടുത്തിരുന്ന ഈ 250 ml കപ്പുണ്ടല്ലോ, ഈ കപ്പിൽ 1 കപ്പാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ചേർക്കാം. എക്സ്ട്രാ ഒരു 4 ടേബിൾ സ്പൂൺ കൂടി ചേർക്കേണ്ടി വരും. അത് ഫസ്റ്റ് 1 കപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ ഇത് നല്ല ക്രീം പോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒട്ടും കട്ട പോലെ കിടക്കണില്ല കേട്ടോ, ഒട്ടും ഇങ്ങനെ തരി പോലെ ഇല്ല. ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് വരണം. ഇനി ഇതിലേക്ക് നമ്മുടെ 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് ഓയിൽ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. ഒട്ടും ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് കിടക്കരുത്. അത് ഇച്ചിരി സമയം എടുക്കും നമ്മൾ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഓയിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് തന്നെ നിൽക്കും. പക്ഷെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഓയിൽ ഇതിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് ചേർന്ന് വരും. ഇപ്പോൾ നമ്മുടെ ഓയിലും ഇതിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ വരണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാലും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഭയങ്കര തിക്കായിട്ട് ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പാൽ ചേർത്തിട്ട് നിങ്ങളൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. കാരണം നമ്മൾ എടുക്കണ പൊടിയിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാല് ചേർക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചിലപ്പോൾ കൂടുതൽ ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കും. അതുകഴിഞ്ഞിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർക്കാം. ഇതാകുമ്പോൾ നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ പാല് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സിങ് നല്ല കറക്റ്റായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ 4 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണ് ഇരുന്നത്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്ക് മിക്സ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇരിക്കണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഈ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഓവൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവനിൽ വെക്കുക, അല്ലെങ്കിൽ സാധാരണ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കില്ലേ, അതേപോലെ നിങ്ങൾക്ക് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. സെയിം സാധാരണ നമ്മൾ കേക്ക് ചെയ്യണ പോലെ ചെയ്താൽ മതി. ഓവനിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ 375 ഫാരനൈറ്റിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. സെൻറ്റിഗ്രേഡിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 175 സെൻറ്റിഗ്രേഡിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. ഒരു ഏകദേശം അരമണിക്കൂറിനുള്ള നമ്മുടെ കേക്ക് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കണം അത്രയ്ക്ക് സമയം എടുക്കില്ല കേട്ടോ.
സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരു 45 മിനിറ്റ് ഒക്കെ എടുക്കുമല്ലോ. ഇതൊരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കേക്ക് റെഡി ആക്കിയിട്ട്. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പരന്നിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. ഏത് ടൈപ്പ് നിങ്ങൾ സാധാരണ ബേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കണം, ഏത് ടൈപ്പ് പാത്രം വേണമെങ്കിലും എടുക്കുക. പിന്നെ നമുക്കിത് ലാസ്റ്റ് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്കിങ്ങനെ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതേപോലെ കുറച്ചിങ്ങനെ ഇങ്ങനെ നീളത്തിലുള്ള ഒരു പാനായിരിക്കും കുറച്ചും കൂടി നല്ലതാവുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ റൗണ്ടിനെയും ഉണ്ടാക്കാം. പക്ഷേ കഴിയുന്നതും ഇതേപോലെ പരന്ന പാത്രം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ ഇത് ഗ്ലാസിൻ്റെയാണ്. ഇത് നമുക്ക് ഇപ്പോൾ ഓവനിൽ വെക്കുന്നതിന് കുഴപ്പമില്ലാത്ത പാത്രമാണ്. അതാണ് ഞാനിവിടെ ഗ്ലാസിൻ്റെ എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കണ്ടേ. ഈ സൈഡിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് അടുപ്പത്താണ് വയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യാം. ഓയിൽ തൂത്ത് കഴിഞ്ഞിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഈ പാത്രത്തിൻ്റെ ഈ അടിയിലും സൈഡിലേക്ക് ആവണ പോലെ ആക്കിയിട്ട് ബാക്കി വരുന്ന പൊടി തട്ടി കളയണം കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറല്ല ഇട്ടുന്നത്, കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ടുന്നത്. അപ്പോൾ ഈ ബാക്കി വരുന്നത് തട്ടി കളയട്ടെ. ബാറ്ററി ഇരിക്കണണ്ട ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. നല്ല സ്മൂത്തായിട്ട് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിബൺ പോലെ ഇങ്ങനെ വീഴണം. നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ച് ചെറുതായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിനിപ്പോൾ രണ്ട് സൈഡിൽ പിടിയുള്ളാനും ഈ അടുപ്പത്ത് വെക്കുന്ന പാത്രത്തിലൊന്നും ഇത് ഫിറ്റ് ആവണില്ല. അല്ലെങ്കിൽ ഞാൻ അടുപ്പത്ത് വെക്കാനായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓവനിൽ വെക്കാമെന്ന് വെച്ചു. പക്ഷേ അടുപ്പത്ത് വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇത് ക്രാൻബെറി കേട്ടോ ഞാൻ ഇടുന്നത്. അല്ലെങ്കിൽ ഉണക്കമുന്തിരി എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഇട്ടില്ലെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഇടാം. ടൂട്ടി ഫ്രൂട്ടി ഇവിടെ ഇപ്പോൾ കടയിൽ വരണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ടൂട്ടി ഫ്രൂട്ടിക്ക് പകരം ഈ ക്രാൻബെറി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓവനിൽ എപ്പോഴും വയ്ക്കുമ്പോഴായിരുന്നാലും റാക്ക് അടിയിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റാക്ക് മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് അടിയിൽ നിന്ന് ചൂടടിച്ചിട്ട് കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ഇതാ നോക്കിക്കേ, നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 32 മിനിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കേക്ക് ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ഇനി കേക്ക് ചൂടാറുമ്പോഴേക്കും നമുക്ക് കേക്കിലേക്കുള്ള കസ്റ്റാർഡ് റെഡി ആക്കിയിട്ട് എടുക്കാം. ഈ കേക്കിലേക്ക് നമ്മൾ 2 തരത്തിലാണ് കസ്റ്റാർഡ് ചേർക്കുന്നത്. ഒരു ലെയർ നമ്മൾ പാല് ചേർത്തിട്ടാണ് കസ്റ്റാർഡ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. പിന്നത്തെ ലെയർ നമ്മൾ കസ്റ്റാർഡ് പൗഡറിൽ പാല് ചേർക്കാണ്ടാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാല് ചേർത്തിട്ടുള്ള കസ്റ്റാർഡ് റെഡി ആക്കിയിട്ട് എടുക്കാം. 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ. ഒട്ടും കൂടുതൽ ചേർക്കണ്ട, കാരണം കൂടുതൽ ചേർത്തണമെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് തിക്കാവും. നമുക്ക് തീ ഓണാക്കാം. ഫസ്റ്റ് ഈ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തീ ഓണാക്കിയാൽ മതി, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച പോലെ കിടക്കൂട്ടാ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. തള വന്നു തുടങ്ങിയിട്ടില്ല. തള വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ആ സൈഡിൽ നിന്ന് ചെറുതായിട്ട് അപ്പോൾ നോക്കിക്കേ, സൈഡിൽ നിന്ന് ചെറുതായിട്ട് തള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയോടും ചേർത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. കുറേ നേരമായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കുറുകിയ പോലെ ആവും കേട്ടോ. ഇത് നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് കുറച്ചിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. ഞാൻ നോക്കിക്കേ, എല്ലാ സൈഡിൽ നിന്നും ചെറുതായിട്ട് തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇത് ചൂടാറട്ടെ. ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. കേക്ക് ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുറുക്കിയെടുത്തേക്കണ നമ്മുടെ കസ്റ്റാർഡ് ഉണ്ടല്ലോ, കസ്റ്റാർഡും നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കസ്റ്റാർഡ് നമ്മൾ ഈ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കേക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ കസ്റ്റാർഡ് ഇറങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ അതാ
ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുത്താലും മതി. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറുക്കി വെച്ചേക്കണം നമ്മുടെ കസ്റ്റാർഡ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇനി അതിന് കുറച്ച് കസ്റ്റാർഡ് കുറുക്കിയെടുത്തത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഇത് സെറ്റായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ പീസായിട്ട് എടുക്കുമല്ലോ, അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ കുറച്ചിതാ ഒരു 3 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ഇനി നമുക്കത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിനുള്ളിൽ ഇത് നന്നായിട്ട് തണുത്ത് വരണം. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഈ പാത്രത്തിന് നല്ല തണുപ്പ് വരണം. അപ്പോൾ അത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലല്ല വയ്ക്കേണ്ടത്, ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ലാസ്റ്റ് ലെയർ ഉണ്ടാക്കാനുള്ള കസ്റ്റാർഡ് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. ഇത് നമ്മൾ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഇതിലേക്ക് നിങ്ങൾ പാല് ചേർക്കരുത്. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വൈറ്റ് പോലെ കാണുന്നത് ഞാനിത് വേറെ കസ്റ്റാർഡ് വാങ്ങിച്ചു കേട്ടോ. ഈ എൻ്റെ കയ്യിൽ ശരിക്കും ഉണ്ടായിരുന്നത് യെല്ലോ കളറായിരുന്നു, പക്ഷേ ഈ വൈറ്റ് പോലെയുള്ളത് ഞാൻ രണ്ടാമത് വാങ്ങിച്ചതാണ്. ഇത് വേറെ ബ്രാൻഡ്, പക്ഷേ ഇത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല മഞ്ഞ കളറിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തതായി. ഈ 1.25 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നമ്മുടെ 250 ml മെഷീൻ കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിൽ 1.25 കപ്പ് വെള്ളം. വെള്ളം പോലെ ഇരുന്ന ഈ കസ്റ്റാർഡ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഷാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു ബ്രാൻഡ് ഉണ്ട്, അത് വാങ്ങിച്ചത്. ഇത് ഫസ്റ്റ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവട്ടെ. അപ്പോൾ ഇത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓണാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം, പക്ഷേ ഇതിലേക്ക് മധുരം വേണ്ട. നമ്മൾ നേരത്തെ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചിരുന്ന കസ്റ്റാർഡിൽ നമ്മൾ മധുരം ചേർത്തിട്ടുണ്ട്, കേക്കിലും നല്ല മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഈ മുകളിലത്തെ ഈ ലെയർ വരുന്നതിന് അങ്ങനെ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. ഇത് കട്ട പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിതിങ്ങനെ ഒന്ന് തിക്കായിട്ട് വരുന്നവരെ നമ്മൾ നിർത്താണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ തിക്കായി തുടങ്ങുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ്. ഇതാ ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഭയങ്കര കട്ട പോലെ അങ്ങോട്ട് ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഈ പാനിന് നല്ല ചൂടുണ്ടാവില്ല, അപ്പോൾ തീ അങ്ങനെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇളക്കിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ കട്ട പിടിക്കും. ഇത് നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടണം നമുക്ക്. അപ്പോഴത് ചൂടാറി കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടിരിക്കുള്ളൂ. ഇപ്പോൾ ഞാനിതിവിടെ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ 3 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ അങ്ങനെ നന്നായിട്ട് തണുക്കണം കേട്ടോ. ഇനി നമ്മൾ കസ്റ്റാർഡ് നമ്മൾ പാൽ ഒഴിക്കാണ്ട് ഇപ്പോൾ നമ്മൾ കുറുക്കിയെടുത്തില്ലേ, ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇത് നോക്കിക്കേ, നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇരിക്കണം. ഇതേപോലെ ഇളം ചൂടുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. ഇളം ചൂടോട് കൂടിയിട്ട് ഒഴിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ നോക്കിക്കേ, കേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന കേക്കാട്ടോ. ഒഴിച്ചിട്ട് കസ്റ്റാർഡ് റെഡി ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് കസ്റ്റാർഡ് ഞാൻ മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അത് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ പോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കസ്റ്റാർഡിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.